all, welcome to CC Plus. എൻ്റെ പേര് അശ്വതി. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്താലോ? അപ്പോൾ ഇതിന്റെ ആദ്യത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കിയിട്ട് അടുത്തത് ചെയ്യാം കേട്ടോ. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? ഇഫ് 2x minus 3 into നമുക്ക് ഒരെണ്ണം ബ്ലാങ്ക് ഉണ്ട് ക്വസ്റ്റ്യൻ മാർക്കായിട്ട് into നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക് plus 6x plus 9 equals 8x cube minus 27, then നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക് വിൽ ബി റീപ്ലേസ്ഡ് ബൈ അല്ലെ? ആ ക്വസ്റ്റ്യൻ മാർക്കിന് പകരം ഇതിൽ എന്ത് വരും എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ബാക്കിയെല്ലാം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ബാക്കിയെല്ലാം എക്സ്പാൻഡ് ചെയ്തിട്ട് അപ്പുറത്തോട്ട് എടുത്ത് സബ്ട്രാക്ട് ചെയ്ത് അങ്ങനെ വേണമെങ്കിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എളുപ്പത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാ ഇവിടെ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ക്വസ്റ്റ്യൻ മാർക്കുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് നമുക്ക് അവിടെ നിൽക്കട്ടെ, എന്തായാലും അവിടെ ഇല്ല. ബാക്കിയെല്ലാം നോക്കുമ്പോൾ ഇതാ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എക്സ് സ്ക്വയറിന്റെ ടേം ആണ് വരുന്നത് അല്ലെ? എക്സ് സ്ക്വയറിന്റെ ടേം അവിടെ നമുക്ക് ഇല്ല അല്ലെ? അപ്പൊ എന്തായാലും അവിടെ സബ്ട്രാക്ട് ആയി പോകും. പിന്നെ നമുക്കുള്ള എന്താണ്? എക്സ് ക്യൂബിന്റെ ടേം ആണ് ഇതാ. അപ്പൊ നമുക്ക് എക്സ് ക്യൂബ് എങ്ങനെ ഫോം ചെയ്യാൻ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം കേട്ടോ. ഇതാ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ എക്സിന്റെ ടേമേ വരുള്ളൂ. ഇതാ -3 ആയിട്ടാണെങ്കിലോ ഉള്ളത് തമ്മിൽ നമ്മൾക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് എക്സിന്റെ ടേം ആണ് വരുന്നത്, ഇവിടെ ആണെങ്കിൽ നമുക്ക് ഒരു കോൺസ്റ്റന്റും ആണ് വരുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ആക്ച്വലി എക്സ് ക്യൂബിൻ്റെത് വേണമെങ്കിൽ നമ്മുടെ ഇവിടുത്തെ എക്സും ഇവിടെ നമുക്ക് എന്തെങ്കിലും എക്സ് സ്ക്വയറിന്റെ ടേമും ആയിരിക്കണം അല്ലെ? എക്സ് സ്ക്വയർ ആണെങ്കിലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. 2x ഉണ്ട് ഇൻറ്റു നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക് വരുമ്പോ നമുക്ക് 8x ക്യൂബ് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ? അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ. എന്ത് വരും? ഇവിടെ 2x ഇൻറ്റു 4 എക്സ് ക്യൂബ് ആകണമെങ്കിൽ നമുക്കൊരു എക്സ് സ്ക്വയറും കൂടെ വരണം, എങ്കിലാണ് നമുക്ക് 8x ക്യൂബ് കിട്ടുന്നത്. കണ്ടോ? ഇത് ഓപ്ഷനിൽ ഉണ്ടോ നോക്കിയേ. 4x ക്യൂബ് ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് അതിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ നമുക്ക് 4x ക്യൂബ് എക്സ് സ്ക്വയർ വരുമോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് നെഗറ്റീവ് ഉണ്ട്, പക്ഷെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പാർട്ട് നെഗറ്റീവ് ആയി പോകും. അങ്ങനെ കുറെ ഡിഫറൻസസ് നമുക്ക് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊന്ന് അസ്യൂം ചെയ്യാണ് കേട്ടോ. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം വേഗം. 4x സ്ക്വയർ വന്നാൽ എന്തായിരിക്കും വരിക? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8x ക്യൂബ് പ്ലസ് 12x സ്ക്വയർ പ്ലസ് 18x മൈനസ് 12x സ്ക്വയർ മൈനസ് 18x മൈനസ് 27. ഓക്കെ, അപ്പോ എക്സ് സ്ക്വയറിന്റെ ടേം സെയിം, നമ്പേഴ്സും കോൺസ്റ്റൻസും പക്ഷെ ഓപ്പോസിറ്റ് സൈൻസ് ആണ്. ഇവിടെയും സെയിം ആണ്, പക്ഷെ ഓപ്പോസിറ്റ് സൈൻസ് ആണ്. ക്യാൻസൽ ആയി പോയി. ബാക്കി എത്രയുള്ളത്? 8x ക്യൂബ് മൈനസ് 27. കുറെയൊക്കെ നമുക്ക് ട്രിക്ക് ആലോചിച്ച് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ക്ലിയർ ആയോ നമ്മൾ അതെങ്ങനെയാണ് ഇതായിരിക്കാം എന്ന് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയത്? ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 by 1 ഇതവിടെ ഇട്ട് കൊടുത്തിട്ടും ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ നിർത്തിയിട്ട് എക്സ്പാൻഡ് ചെയ്ത് അപ്പുറത്തേക്ക് എടുത്തിട്ട് സോൾവ് ചെയ്യാം. അതും പോസിബിൾ ആണ് കേട്ടോ. ഓക്കെ, മാക്സിമം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളത് ഒഴിവാക്കുക. ഓക്കെ, ടൈം നിങ്ങൾക്ക് എങ്ങനെ സേവ് ചെയ്യാം ആ രീതിയിൽ നിങ്ങൾ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, 2 ആൾക്കാരുണ്ടല്ലേ? ആരൊക്കെയാണ്? ഒരു എക്സും ഉണ്ട്, ഒരു വൈയും ഉണ്ട്. ഓക്കെ, ഇവിടെ നടക്കുന്ന പ്രോസസ് എന്താന്ന് ചോദിച്ചാൽ ആദ്യം എക്സിന്റെ വീട് വൈക്ക് വിൽക്കുന്നു. ഓക്കെ, വൈ എന്ത് ചെയ്യുന്നു? കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അത് വേണ്ട, പുള്ളി അത് തിരിച്ചു വിൽക്കുകയാണ് കേട്ടോ. തിരിച്ച് എക്സിന് വിൽക്കുകയാണ്. അപ്പോൾ 2 കാര്യങ്ങളും നടക്കുന്നുണ്ട്. അത് നടന്നു കഴിയുമ്പോഴേക്കും ട്രാൻസാക്ഷനിൽ മൊത്തത്തിൽ എന്താണ് സംഭവിക്കുന്നത്, ആർക്കാണ് ലാഭം, ആർക്കാണ് നഷ്ടം, എത്രയാണ് അത് വരുന്നത്, ഇതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയോ കേട്ടോ. എന്താണ് ആ വീടിന്റെ വില? നിലവിലെ വില എത്രയാണ്? 1,50,000 ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇതാണ് നമ്മുടെ നിലവില് ആ ഹൗസിന്റെ വില എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ആരുടെ ഹൗസ് ആണ്? ഇപ്പോ ഈ വില ഉള്ളപ്പോ ഇത് എക്സിന്റെ ഹൗസ് ആണ് അല്ലെ? എക്സ് ആർക്ക് വിൽക്കുകയാണ്? വൈക്ക് വിൽക്കുകയാണ്. എത്ര പെർസെന്റേജിനാണ് വിൽക്കുന്നത്? at 5% പ്രോഫിറ്റ് ആണ് കേട്ടോ. പ്രോഫിറ്റ് ആണ്, ക്യാഷ് കൂടുതലാണ് കിട്ടുന്നത്. 5% ആണ്. നിങ്ങൾക്ക് 5% ആഡ് ചെയ്യാം. അതായത് കംപ്ലീറ്റ് ഈ ഹൗസിന്റെ വിലയും പ്ലസ് 5%. അപ്പൊ എന്താണ്?
100% നമ്മുടെ ഹൗസിന്റെ വിലയും അല്ലെങ്കിൽ 5% നമ്മുടെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ട് 105%-നാണ് നമ്മൾ വിൽക്കുന്നത്. ഓക്കെ അല്ലേ? 105% ഓഫ് ആ ഹൗസിന്റെ വില, ഇതാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഇങ്ങനെ ഡൗട്ട് ഉള്ളവരുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഓക്കെ ആയിട്ടുള്ളവർ ഇത് തന്നെ ചെയ്യുക. കാരണം നമ്മുടെ രണ്ട് സ്റ്റെപ്പ് നമുക്ക് മിക്സ് ചെയ്താണ് നമ്മളിപ്പോ ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് ഡൗട്ട് ഉള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 5% നമുക്ക് സെപ്പറേറ്റ് കണ്ടുപിടിക്കാം കേട്ടോ. കൂടുതൽ പേർക്കും ഇതായിരിക്കും എളുപ്പം. അപ്പൊ എന്ത് ചെയ്യാം? 5%. എന്തിന്റെ 5% ആണ്? നമ്മുടെ 1,50,000-ന്റെ 5%. എത്രയാ വരാ? ഓക്കെ, ഇതിനും ഒരു എളുപ്പ വഴി ഉണ്ട്. നമുക്ക് കുറെ സീറോസ് ഉള്ള ഒരു നമ്പർ ആണ് തരുന്നെങ്കിൽ, ഇതാ ഇപ്പൊ 2,000 ആണ് ചോദിക്കുന്നെങ്കിൽ ഇതിന്റെ 10% ചോദിച്ചാൽ ലാസ്റ്റ് ആ സീറോ അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. 200 ആയിരിക്കും. ഓക്കെ, അപ്പോ 5% എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതിയാണ്. അപ്പൊ 5% എന്ത് വരും? 100 വരും. ഓക്കെ, ഇനി വേറൊരു നമ്പർ നമുക്ക് നോക്കാം. ഒരു 3,600 ആണെന്ന് വെച്ചോ. അതിന്റെ 10% എത്രയാണ്? ഒരു സീറോ അങ്ങ് ക്യാൻസൽ ചെയ്താൽ 360 ആണ് അതിന്റെ 10%. 5% എന്ന് പറഞ്ഞാലോ അതിന്റെയും പകുതിയാ വരാ, 180 ആണ് വരാ. ഓക്കെ, അപ്പൊ അതുപോലെ നമുക്ക് കണ്ടുപിടിച്ചൂടെ എവിടെയും? എത്രയാ വരാ? 15,000 ആണ് നമുക്ക് 10% വരാ. 15,000-ന്റെ പകുതിയാണ് നമുക്ക് 5% വരാ കേട്ടോ. അപ്പൊ എത്ര വരും? 7,500. കിട്ടിയോ എല്ലാവർക്കും? അപ്പൊ ഇത്രയുമാണ് എന്ത് വന്നത്? പ്രോഫിറ്റ് വന്നത്. ഓക്കെ, ഇത്രയും പ്രോഫിറ്റിനാണ് വിറ്റത്. അതായത് വിൽക്കുന്ന വില എത്രയാണ്? ഈ വിലക്കാണ് നമ്മുടെ എക്സ് വിറ്റതും വൈ വാങ്ങിയതും. ഓക്കെ, വൈ വാങ്ങിയ ശേഷം വൈക്ക് ഈ വീട് വേണ്ടാന്ന് തോന്നി, അത് പുള്ളി തിരിച്ചു കൊടുക്കാണ് കേട്ടോ, എക്സിന് കൊടുക്കുകയാണ്. അപ്പൊ എത്രയ്ക്കാണ് കൊടുക്കുന്നത്? 2% നഷ്ടത്തിനാണ്, അല്ല ലോസ് ആണ് വരുന്നത്. അപ്പൊ ഇതിനേക്കാൾ കുറച്ച് വിലക്കാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ 2% എത്രയാന്ന് നോക്കിയാലോ? 2%. ഇതിന്റെയാണ് 1,57,500. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ പെർസെൻറ്റേജ് എളുപ്പമാക്കിയാലോ? 10% വരുമ്പോൾ നമുക്ക് ഒരു സീറോ കട്ട് ചെയ്ത് കളയാമെങ്കിൽ നമുക്ക് 1%-ലേക്ക് വരുമ്പോൾ 2 സീറോ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ഇതിന്റെ 1% എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് ഇതിന്റെ 1% എന്ന് പറയുന്നത് 1,575 ആണ് കേട്ടോ. 1% എന്താണ്? ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. ഇനി 2%ഓ? ഇതിന്റെ ഡബിൾ ആയിരിക്കും അല്ലെ? 2% എന്തായാലും കൂടുതലായിരിക്കും. അപ്പൊ ഇതിന്റെ ഡബിൾ ആയിരിക്കും. ഇൻറ്റു 2 ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എത്രയാണ് നഷ്ടം വന്നത്? 3,150 റുപ്പീസ് കുറച്ചിട്ടാണ് കൊടുത്തത് അല്ലെ? അപ്പോ എത്ര വരും? 0, 5, 3. അപ്പൊ y നമുക്ക് നമ്മുടെ എക്സിന് അല്ലെ എത്രയൊക്കെയാണ് കൊടുത്തത്? 15, പിന്നെ 4350 അല്ലെ? അതായത് 1,54,350. ഇപ്പൊ നിലവിൽ നമ്മുടെ ഹൗസിന്റെ വാല്യൂ ഇത്രയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ എക്സിനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എക്സിന്റെ കയ്യിലിരുന്ന ഹൗസിന്റെ വാല്യൂ ആദ്യം ഇത്രയായിരുന്നു. പക്ഷേ ഇപ്പൊ അത് എത്രയാണ്? ഇത്രയാണ് അല്ലെ? അപ്പൊ എന്താ സംഭവിച്ചത്? 4,350 റുപ്പീസ് എക്സിന് ഗെയിൻ ആയി. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. നമുക്ക് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 5 and 9 ബോത്ത്, രണ്ടും കൊണ്ട് നമുക്ക് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ ഏതാണ് എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം 5 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നോക്കാം. എല്ലാം ഓക്കെയാണ് എക്സെപ്റ്റ് ഫോർ സി. സി നമുക്ക് 5-ന്റെ മൾട്ടിപ്പിൾ അല്ല, 0 അല്ലെങ്കിൽ 5-ലല്ല എൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ വെച്ച് അത് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, 9-ന്റെ ഡിവിസിബിലിറ്റി റൂൾ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? സം എടുക്കുമ്പോഴേക്കും, നമ്മുടെ ഡിജിറ്റ്സിന്റെ സം എടുക്കുമ്പോഴേക്കും നമുക്ക് 9 അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾസ് വരണം. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 5 + 8 + 5 എത്രയാ വരിക?
5 plus 5 10 ഉണ്ട്, 10 plus 8 18 വരും. 18 is a multiple of 9. അതുകൊണ്ട് എന്താണ്, ഇത് നമുക്ക് 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി നമുക്ക്? ആദ്യത്തെ തന്നെ 5 കൊണ്ടും ഡിവിസിബിൾ ആണ്, 9 കൊണ്ടും ഡിവിസിബിൾ ആണ്. ഇനി ഫർദർ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഡ്രോപ്പ് ചെയ്യുക കേട്ടോ. ഇവിടെ വെച്ച് തന്നെ ആൻസർ എഴുതുക. ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്താലും അത് 9 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കില്ല. എളുപ്പമായിരുന്നില്ലേ? നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. The smallest number by which 3087 may be multiplied so that the product is a perfect cube. അതായത് നമുക്കൊരു നമ്പർ തന്നിട്ടുണ്ട് 3087. അതൊരു പെർഫെക്റ്റ് ക്യൂബ് അല്ല കേട്ടോ. അതായത് നമുക്ക് ക്യൂബ് ആയിട്ടുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതല്ല, അല്ലെങ്കിൽ 3 തവണ ഓരോ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതല്ല. അപ്പൊ അതിൽ എന്തോ ഒരെണ്ണം മിസ്സിംഗ് ഉണ്ട്. അപ്പൊ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ ഇതൊരു പെർഫെക്റ്റ് ക്യൂബായിട്ട് മാറും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് ഇതിൽ ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയണ്ടേ? എന്താ മെത്തേഡ്? പ്രൈം ഫാക്ടറൈസേഷൻ. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ആദ്യത്തെ പ്രൈം നമ്പർ ഏതാണ്? 2 ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത പ്രൈം നമ്പർ നോക്കുകയാണ് അല്ലെ? 3 ആണ്. 3യുടെ റൂൾ എന്താണ്? നമ്മൾ ഡിജിറ്റ്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കണം അല്ലെ? അപ്പോ 15 18 ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ആഡ് ചെയ്യാം കേട്ടോ. 18 എന്ന് പറയുന്നത് 1 plus 8 9. എന്തായാലും 3യുടെ മൾട്ടിപ്പിൾ ആണ്, അല്ലെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ നമുക്ക് ഈ നമ്പറിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 1 0 2 9. ഓക്കെ, ഡിവൈഡ് ചെയ്യുമ്പോൾ 1029 കിട്ടും. ഇനി ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാമോ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. നിങ്ങൾ ഇങ്ങനെ സൈഡിൽ എഴുതി നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ അവിടെ വെച്ച് തന്നെ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റെപ്പ് എഴുതിയത്. സ്റ്റെപ്പിന്റെ ആവശ്യം നമുക്കില്ല കേട്ടോ. 9 10 12. 12 3യുടെ മൾട്ടിപ്പിൾ ആണ്. സോ ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 1നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ഒരുമിച്ച് നമുക്ക് എടുക്കാം. 10 അല്ലെ? 3 times 9 1 റിമൈൻഡർ. ഇപ്പൊ 12 ആണ്. 4 3s are 12. റിമൈൻഡർ ഇല്ല. 3 3s are 9. ഇനി ഇതിന് 3 കൊണ്ട് പറ്റുമോ? 3 plus 3 6 6 plus 4 10 ആണ്. 10 3യുടെ മൾട്ടിപ്പിൾ അല്ല. സോ നമുക്ക് 3 കൊണ്ട് പറ്റില്ല. ഇത് ഏതിന്റെ ക്യൂബ് ആണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ക്യൂബ് നിങ്ങളൊരു 15 വരെ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഇതുപോലത്തെ നമ്പേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് 7ന്റെ ക്യൂബ് ആണ്. ഓക്കെ, 7 4s are 28 6 7 9s are. ഓക്കെ, 7 and 1. കിട്ടിയില്ലേ നമുക്ക്? അപ്പൊ എന്ത് എഴുതാം നമുക്ക്? 3087 നമുക്ക് എങ്ങനെ എഴുതാം? 3 into 3 into 7 into 7 into 7. കണ്ടോ? അപ്പൊ എന്ത് വേണം? നമുക്കൊരു പെർഫെക്റ്റ് ക്യൂബ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ നമ്പേഴ്സും നമുക്ക് 3 ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആക്കാൻ പറ്റണം. ഓക്കെ, 7 ഓക്കെ ആണ്. 7 3 പേരുള്ള ഒരു ഗ്രൂപ്പ് ആണ്. പക്ഷെ വാട്ട് അബൌട്ട് 3? അതൊരു ഗ്രൂപ്പ് ആണോ? 3ൽ 2 മെമ്പേഴ്സേ ഉള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഏതായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരിക? 3ക്ക് ഒരാളെ കൂടെ കൊടുക്കണം. സോ ഒരു 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ദാറ്റ് വിൽ ബിക്കം എ പെർഫെക്റ്റ് ക്യൂബ്. ക്ലിയർ ആണോ? നോക്കാം നമുക്ക്. ഓപ്ഷനിലുണ്ടോ? 3 ഉണ്ട്. ഓക്കെ, അപ്പൊ ഏതിനാണ് ഗ്രൂപ്പ് കറക്റ്റ് അല്ലാത്തത് അതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നവോദയയുടെ എക്സാമിന് എത്ര ഡേയ്സ് ഉണ്ടെന്ന് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയോ? അപ്രോക്സിമേറ്റ്ലി എത്ര ഉണ്ടാകും? നമുക്ക് ഒത്തിരി മാസങ്ങളൊന്നും ഇല്ല. നമുക്ക് ഒത്തിരി ഉണ്ട് ടൈം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല കേട്ടോ. കാരണം എന്താണ്? നമുക്ക് ഇനി എക്സാംസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് വെക്കേഷൻസ് ഉണ്ടാവും. ഈ ടൈമിലൊക്കെ നിങ്ങൾ പഠിക്കുമോ? ഓക്കെ, അപ്പൊ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം എല്ലാവരും. നമ്മുടെ നവോദയയിലേക്കുള്ള ബാച്ചിന്റെ അഡ്മിഷൻ ഒക്കെ ഇപ്പോഴും ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും, അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ലൈവ് ആയിട്ട് 1 hour ക്ലാസ് ഉണ്ടാകും. അതിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കും. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ബുക്സ് ഒക്കെ റെഫർ ചെയ്യാണ്, അപ്പോഴാണ് നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്ററോട് ചോദിച്ചിട്ട് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതാണ്. എങ്ങനെയാണ് നമ്മുടെ നവോദയയുടെ എക്സാം എഴുതുന്നത്, അല്ലെങ്കിൽ ടൈമിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വേഗം തന്നെ ജോയിൻ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് കാണാം. താങ്ക്